നമ്മുടെ ഫാത്തിമ തഹ്ലിയ ഒരു MLA ആണ്. പേരാമ്പ്രയിൽ നിന്നുള്ള MLA ആണ്. അവരൊരു ഉദ്ഘാടന ചടങ്ങിൽ ഒരു വിളക്ക് കൊളുത്തുന്ന ചിത്രവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർ എനിക്കിങ്ങനെ അത് അയച്ചു തരുന്നുണ്ട്. എന്തർത്ഥത്തിലാണ് അയച്ചു തരുന്നതെന്ന് എനിക്കറിയില്ല. ഞാനങ്ങനെ വിളക്ക് കൊളുത്താറുള്ള ഒരാളാണ്. അത് അയച്ചു തരുന്നത് അതിനെ ഡിഫെൻഡ് ചെയ്യാനാണോ അതല്ല അതിനെ എതിർക്കാനാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ള ബോധ്യം ഞാൻ പറയാം. ഈ വിശ്വാസം എന്ന് പറയുന്നത് ഏതൊരു വസ്തുവിലും നമ്മുടെ ഹൃദയം കൊണ്ടൊരു വസ്തുവിനെ നമുക്ക് ഉപകാരമോ ഉപദ്രവമായി കാണുന്ന ഒരു വിശ്വാസം നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ് അതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമായി മാറുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരാളിനെ ഒരു സ്നേഹാദരങ്ങളോടെ കാണുന്ന ഒരാളിനെ തൊഴുന്നു. നമ്മൾ കണ്ടപ്പോൾ നമസ്തേ എന്ന് തൊഴുതു. അത് അയാളോടുള്ള ബഹുമാനവും ആദരവും കൊണ്ടാണ്. എന്നാൽ ആ സ്ഥാനത്ത് നമ്മൾ ഏതെങ്കിലും ഒരു വിഗ്രഹത്തിന് മുന്നിൽ പോയി ഭക്തിയാദരപൂർവ്വം നമ്മളിങ്ങനെ തൊഴുകയാണെങ്കിൽ അത് വിശ്വാസത്തിന് എതിരായി വരും. കാരണം മനസ്സിൻ്റെ ഉള്ളിൽ അതിനോടുള്ള ഭക്തി, അതാണ് പരിഹാരം തരുന്നത് എന്നുള്ള വിശ്വാസം, അതിൽ വിശ്വസിക്കുന്നവർക്ക് ഉചിതമാകും. പക്ഷേ അതിൽ വിശ്വസിക്കാത്തവർക്ക് അത് ഉചിതമായൊരു കാര്യമല്ല, അത് വിശ്വാസത്തിന് പുറത്താണ്. എന്നാൽ അങ്ങനെ ഒരു വിശ്വാസമില്ലാതെ ഒരു സംഗതിയെ തൊഴുതു, അല്ലെങ്കിൽ ഒരാളിനെ ഇങ്ങനെ തൊഴുതു, ആ തൊഴുതോടുകൂടി അയാൾ ഇസ്ലാമിന് പുറത്തുപോയി, അല്ലെങ്കിൽ അയാൾ അങ്ങനെയായി ഇങ്ങനെയായി എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവരൊരു MLA ആണ്. നമ്മളൊക്കെ പൊതുരംഗത്ത് നിൽക്കുന്ന ആളുകളാണ്. നമ്മളിപ്പോൾ ഒരിടത്ത് ചെല്ലുമ്പോൾ ഒരു ചടങ്ങിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി വിളക്ക് തെളിക്കുന്നു. ആ വിളക്ക് തെളിക്കുന്നത് ആ ചടങ്ങിൻ്റെ ഭാഗമായുള്ള ഒരു സംഗതിയാണ്. ആ വിളക്ക് തെളിക്കുന്നത് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഭക്തി കൊണ്ട് അതിലുള്ള ദൈവത്തെ പൂജിക്കാനോ അല്ലെങ്കിൽ ആ കർമ്മത്തിൻ്റെ എന്തെങ്കിലും വിശ്വാസത്തിൻ്റെ ഭാഗമായി അതിനോടൊപ്പം നിന്നോ ഒന്നുമല്ല നമ്മൾ ആ കർമ്മം നിർവഹിക്കുന്നത്. പക്ഷേ ആ കർമ്മത്തിൻ്റെ ചടങ്ങിൻ്റെ ഭാഗമായി ഒരു ബഹുസ്വരതയുടെ നടുവിൽ നിൽക്കുമ്പോൾ ആ ചടങ്ങ് നമ്മൾ പങ്കെടുക്കുന്നു എന്നുള്ളതല്ലാതെ അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏതെങ്കിലും ഒരു പരിസരത്ത് ആ വിഷയം സ്പർശിക്കുന്നതേയില്ല. ഇതെന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ശശികലയും ഇപ്പോൾ ഫാത്തിമ തഹ്ലിയയെ ഒരു പോസ്റ്റ് ഇട്ട് അഭിനന്ദിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അതിലൊരു കൊനിഷ്ടുണ്ടെന്നും അതൊരു വിദ്വേഷത്തിനും വെറുപ്പിനും കാരണമാക്കാനും കഴിയുമെന്നുള്ളതുകൊണ്ടല്ലെങ്കിൽ ശശികലയെപ്പോലൊരാൾ, വിശകല എന്ന് പേരെടുത്തവർ അത്തരത്തിലൊരു പോസ്റ്റിന് തയ്യാറാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ സംബന്ധിച്ച് വിശദീകരിക്കണം, എൻ്റെ ബോധ്യം പറയണമെന്ന് ഞാൻ വിചാരിച്ചത്. ഇപ്പോൾ ഒരാൾ വന്ന് പള്ളിയിൽ കയറി നിസ്കരിക്കുന്നു, നമ്മളോടൊപ്പം നിന്ന് എല്ലാ രൂപങ്ങളും ഭാവങ്ങളും ഒക്കെ കാണിക്കുന്നു. പക്ഷേ അയാൾ ഹൃദയത്തിലൊരു വിശ്വാസി അല്ലെങ്കിൽ അതിന് പ്രതിഫലം കിട്ടത്തില്ലെന്നാണല്ലോ ഇസ്ലാം മതത്തിൽ പറയുന്നത്. അങ്ങനെ വരുമ്പോഴാണല്ലോ മറ്റിതര സഹോദര സമുദായക്കാർക്ക് നോമ്പ് നിർബന്ധമല്ല, സക്കാത്ത് നിർബന്ധമല്ല, സദക്ക നിർബന്ധമല്ല എന്നൊക്കെ പറയുന്നത്. എന്ന് മാത്രമല്ല, വേറൊരു മതത്തിൽപ്പെട്ട ഒരാൾ അദ്ദേഹം വിശ്വാസിയാകാതെ നോമ്പ് അനുഷ്ഠിച്ചാൽ ആ നോമ്പിന് ഒരു വിശ്വാസിക്ക് കിട്ടുന്ന അതേ കൂലി കിട്ടുമെന്നുള്ള ഒരു നിബന്ധനയും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ലല്ലോ. അങ്ങനെ പറഞ്ഞതിനല്ലേ നമ്മൾ മുസ്തഫ മൗലവി അടക്കമുള്ളവരെ വളരെ നിശ്ചിതമായി വിമർശിക്കുന്നത്. അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? വിശ്വാസമാണ്. ആ വിശ്വാസം ചിലത് റെഡിയാവും, ചിലത് റെഡിയാവില്ല എന്ന് പറയുന്നൊരു സമീപനം അത് ഉചിതമാണോ എന്ന് വളരെ ഗൗരവമായി ആലോചിക്കേണ്ടതുണ്ട്. എന്ന് മാത്രമല്ല, പണ്ടത്തെ കാലത്ത് പലതും നിഷിദ്ധമായിരുന്നു എന്ന് പറഞ്ഞതൊക്കെ പിൽക്കാലത്ത് തിരുത്തിയിട്ടുണ്ട്. ആ ഗണത്തിൽ വരുന്നതാണ് ഫോട്ടോഗ്രാഫ്. ആദ്യകാലത്ത് നോക്കിക്കണ്ടിരുന്നത് അതൊരു രൂപത്തെ ഉണ്ടാക്കുന്നതിന് അല്ലെങ്കിൽ ഒരു വിഗ്രഹത്തെ രൂപപ്പെടുത്തുന്നതിൻ്റെ പ്രഥമ ഘടനയാണ് അല്ലെങ്കിൽ പ്രഥമ ഭാവമാണ് എന്നൊക്കെ പറഞ്ഞാണ് അത്രേ ഫോട്ടോയെ പണ്ട് എതിർത്തിരുന്നത്. എന്നാൽ പിന്നീട് അതൊരു മനുഷ്യൻ്റെ സ്വാഭാവികമായ രൂപത്തെയും ഭാവത്തെയും ഒപ്പിയെടുക്കുന്നത് മാത്രമാണ് എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് അതിനെ ഹലാലാക്കുകയുണ്ടായി. ഇപ്പോൾ ഫോട്ടോയും ഫ്ലെക്സ് ബോർഡും ഇല്ലാത്ത പരിപാടികളില്ലേ? അതുപോലെ തന്നെ TV കാണുന്നത് നിഷിദ്ധമായിരുന്നു, അല്ലെങ്കിൽ അതിനെ ഈ പറഞ്ഞതുപോലെ കടുത്ത എതിർപ്പോടുകൂടി നേരിട്ടിരുന്നവരുടെ പലരുടെയും വീടുകളിൽ പല പരിപാടികളും ദീനീ പരിപാടികളടക്കം ഇപ്പോൾ ടെലിവിഷൻ സാങ്കേതിക വിദ്യയിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പരസ്യങ്ങളോടൊപ്പം സ്പോൺസർമാരുടെ പേരിനോടൊപ്പം ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൊന്നുമില്ലാത്തൊരു സംഗതി വിളക്കിനോട് മാത്രം കാണിച്ച് അതിൽ വലിയ ഗൗരവം ഭാവിച്ച് ഇനി വരാനിരിക്കുന്ന 5 വർഷങ്ങളിലെ ഭരണകാലഘട്ടത്തിൽ അത് ഉദ്ഘാടനം ചെയ്യുന്ന ആളുകളെ, ആ ഉദ്ഘാടനം ചെയ്യുന്ന മനുഷ്യരെ ഈ പറയുന്നത് പോലൊരു വിവാദത്തിൻ്റെ മുൾമുനയിൽ നിർത്തി അതിനെ അങ്ങനെ ന്യായീകരിച്ച് ഇങ്ങനെ വരുത്തി അങ്ങനെ ചെയ്യുന്ന ഒരു ഏർപ്പാട് അതൊരു ശരിയായ ഏർപ്പാടേ അല്ല. എന്തെല്ലാം കാര്യങ്ങളിൽ
തിരുത്തേണ്ടത് ഇനിയും ബാക്കിയുള്ളതുണ്ട്. ഈ സമുദായം ബാങ്കിൽ ഷെയറുള്ള, പലിശ സ്ഥാപനങ്ങൾ നടത്തുന്ന, അതടക്കമുള്ള കാര്യങ്ങൾ നടത്തുന്നവരിൽ നിന്ന് പോലും തുക വാങ്ങുന്നില്ലേ? പലരും പിരിക്കുന്നില്ലേ? അനുഭവിക്കുന്നില്ലേ? ഉപയോഗിക്കുന്നില്ലേ? എന്തെല്ലാം തരത്തിൽ എന്തെല്ലാം കാര്യങ്ങളിലൂടെ, എങ്ങനെയെല്ലാം, ഞാനൊന്നും വിശദീകരിച്ച് പറയുന്നില്ല. പിന്നെ വിവാഹ ചടങ്ങുകൾ, അതിലൊക്കെ എന്ത് സൂക്ഷ്മതയും ദീനുമാണ് ഇപ്പോൾ ഉള്ളത്. എന്നിട്ട് ഏത് പണ്ഡിതന്മാരാണ് അതിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നത്? അപ്പോൾ അവിടെയൊക്കെയുള്ള സംഗതികളുടെ ചില വ്യാഖ്യാനങ്ങളുടെ കോംപ്രമൈസുകളുണ്ടല്ലോ, അത് ഇതിലും ഏറ്റവും ഉചിതവും ആവശ്യവുമാണ് എന്ന നിലപാടുകാരനാണ് ഞാൻ. ഒരാൾ വിശ്വാസത്തോടെ ചെയ്യുന്നതും അയാൾ വിശ്വാസി അല്ലാതെ അല്ലെങ്കിൽ അതിലൊട്ടും വിശ്വസിക്കാതെ ഒരു ചടങ്ങിന് പ്രകടനാത്മകമായി ചെയ്യുന്നതും തമ്മിൽ രണ്ടായി കണ്ടേ മതിയാവൂ. അതാണ് എൻ്റെ നിലപാട്.